അധ്യായം 35. സൂറത്ത് ഫാത്തിർ. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 45. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യകനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹി ഫാത്തിറിസ് സമാവാതി വൽ അർദി ജാഇലിൽ മലായികതി റുസുലൻ ഉലീ അജ്നിഹതിൻ മത്നാ വതുലാസ വറുബാ യസീദു ഫിൽ ഖൽഖി മാ യശാ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആകാശഭൂമികളെ മാതൃക കൂടാതെ സൃഷ്ടിച്ചവനും മലക്കുകളെ ഈ രണ്ടും മുമ്മൂന്നും നന്നാലും ചിറകുകളുള്ള ദൂതന്മാരാക്കിയവനുമായ അള്ളാഹുവിന് സർവസ്തുതിയും. അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിയിൽ അവൻ വർദ്ധിപ്പിക്കും. തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ما يفتح الله للناس من رحمة فلا ممسك لها وما يمسك فلا مرسل له من بعده وهو العزيز الحكيم. അള്ളാഹു മനുഷ്യർക്കായി വല്ല അനുഗ്രഹവും തുറന്നു കൊടുക്കുകയാണെങ്കിൽ അതിനെ തടഞ്ഞുവെക്കുന്ന ആരുമില്ല. അവൻ വല്ലതും തടഞ്ഞുവെച്ചാൽ അതിനുശേഷം അത് വിട്ടുകൊടുക്കുന്നവനുമില്ല. അവൻ പ്രതാപശാലിയും അഗാധജ്ഞാനിയുമാണ്. يا أيها الناس اذكروا نعمة الله عليكم هل من خالق غير الله يرزقكم من السماء والأرض لا إله إلا هو فأنى تؤفكون. മനുഷ്യരെ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങൾ ഓർക്കുക. അള്ളാഹു അല്ലാതെ ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന വല്ല സൃഷ്ടാവുമുണ്ടോ? അവനല്ലാതെ ഒരു ഇലാഹുമില്ല. എന്നിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് വഴിതെറ്റിക്കപ്പെടുന്നത്? وَإِن يُكَذِّبُوكَ فَقَدْ كُذِّبَتْ رُسُلٌ مِّن قَبْلِكَ وَإِلَى اللَّهِ تُرْجَعُ الْأُمُورُ. നബി, ഇവർ താങ്കളെ നിഷേധിക്കുന്നുവെങ്കിൽ താങ്കൾക്ക് മുമ്പും ദൂതന്മാർ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവർ ക്ഷമിച്ചതുപോലെ താങ്കളും ക്ഷമിക്കുക. അള്ളാഹുവിലേക്കാണ് കാര്യങ്ങൾ മടക്കപ്പെടുന്നത്. യാ അയ്യുഹൻ നാസു ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور. മനുഷ്യരെ, തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അതിനാൽ ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അള്ളാഹുവിനെ കുറിച്ച് മഹാവഞ്ചകനായ പിശാചും നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. إن الشيطان لكم عدو فاتخذوه عدوا إنما يدعو حزبه ليكونوا من أصحاب السعير. തീർച്ചയായും പിശാച് നിങ്ങളുടെ ശത്രുവാകുന്നു. അതുകൊണ്ട് അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കണക്കാക്കുക. തന്റെ കക്ഷിയെ അവൻ ക്ഷണിക്കുന്നത് അവർ നരകക്കാരിൽപ്പെട്ടവരാകാൻ വേണ്ടി മാത്രമാണ്. الذين كفروا لهم عذاب شديد والذين آمنوا وعملوا الصالحات لهم مغفرة وأجر كبير. സത്യത്തെ നിഷേധിച്ചവരാരോ അവർക്ക് കഠിന ശിക്ഷയുണ്ട്. സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവുമുണ്ട്. أفمن زين له سوء عمله فرآه حسنا فإن الله يضل من يشاء ويهدي من يشاء فلا تذهب نفسك عليهم حسرات إن الله عليم بما يصنعون. അപ്പോൾ തന്റെ ദുഷ്കർമ്മം തനിക്ക് ഭംഗിയാക്കി കാണിക്കപ്പെടുകയും എന്നിട്ട് അതിനെ നല്ലതായി കാണുകയും ചെയ്തവൻ സന്മാർഗം പ്രാപിച്ചവനെ പോലെയാണോ? അല്ല. എന്നാൽ തീർച്ചയായും
അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ വഴിതെറ്റിക്കുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദുഃഖം മൂലം അവരെ ചൊല്ലി താങ്കളുടെ ശരീരം നശിക്കാതിരിക്കട്ടെ. തീർച്ചയായും അവർ പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് അള്ളാഹു ഏറ്റവും അറിയുന്നവനാകുന്നു. والله الذي أرسل الرياح فتثير سحابا فسقناه إلى بلد ميت فأحيينا به الأرض بعد موتها كذلك النشور. അള്ളാഹു കാറ്റുകളെ അയച്ചവനാണ്. എന്നിട്ട് അവ മേഘങ്ങളെ ഇളക്കിവിടുന്നു. അങ്ങനെ അതിനെ നാം നിർജീവമായി കിടക്കുന്ന ഭൂമിയിലേക്ക് നീക്കിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് ആ ഭൂമിയെ അത് നിർജീവമായതിനു ശേഷം നാം ജീവിപ്പിക്കുന്നു. ഇതുപോലെ തന്നെയാണ് പുനർജീവിതവും. من كان يريد العزة فلله العزة جميعا إليه يصعد الكلم الطيب والعمل الصالح يرفعه والذين يمكرون السيئات لهم عذاب شديد ومكر أولئك هو يبور. ആരെങ്കിലും പ്രതാപം ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ച് കൊള്ളട്ടെ. കാരണം പ്രതാപമെല്ലാം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. നല്ല വാക്കുകൾ അവങ്കലേക്ക് തന്നെ കയറിപ്പോകുന്നു. സൽക്കർമ്മങ്ങളാകട്ടെ അതിനെ അവൻ ഉയർത്തുകയും ചെയ്യുന്നു. ദുഷിച്ച കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ട്. അവരുടെ കുതന്ത്രം പൊളിഞ്ഞു പോകുക തന്നെ ചെയ്യും. والله خلقكم من تراب ثم من نطفة ثم جعلكم أزواجا وما تحمل من أنثى ولا تضع إلا بعلمه وما يعمر من معمر ولا ينقص من عمره إلا في كتاب إن ذلك على الله يسير. അള്ളാഹു നിങ്ങളെ ആദ്യം മണ്ണിൽ നിന്നും പിന്നെ ഇന്ദ്രിയത്തിൽ നിന്നും സൃഷ്ടിച്ചു. പിന്നെ അവൻ നിങ്ങളെ ഇണകളാക്കി. അവന്റെ അറിവ് കൂടാതെ ഒരു സ്ത്രീയും ഗർഭം ധരിക്കുകയോ പ്രസവിക്കുകയോ ചെയ്യുന്നില്ല. ദീർഘായുസ് നൽകപ്പെട്ട ഏതൊരാൾക്കും ആയുസ് നൽകപ്പെടുന്നതോ ആയുസ്സിൽ നിന്ന് കുറക്കപ്പെടുന്നതോ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് മാത്രമാണ്. തീർച്ചയായും അത് അള്ളാഹുവിന് ഒട്ടും പ്രയാസമില്ലാത്തതാകുന്നു. وما يستوي البحران هذا عذب فرات سائغ شرابه وهذا ملح أجاج ومن كل تأكلون لحما طريا وتستخرجون حلية تلبسونها وترى الفلك فيه مواخر لتبتغوا من فضله ولعلكم تشكرون. രണ്ട് സമുദ്രങ്ങൾ തുല്യമാവുകയില്ല. ഒന്ന് കുടിക്കാൻ സുഖമുള്ള നല്ല വെള്ളവും മറ്റേത് കയ്പരസമുള്ള ഉപ്പുവെള്ളം. രണ്ടിൽ നിന്നും പുതിയ മാംസം നിങ്ങൾ തിന്നുന്നു. നിങ്ങൾ അണിയുന്ന ആഭരണങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ പുറത്തെടുക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ അന്വേഷിക്കാനും നിങ്ങൾ നന്ദി കാണിക്കാനും വേണ്ടി സമുദ്രത്തിൽ വെള്ളത്തെ പിളർന്ന് സഞ്ചരിക്കുന്ന സ്ഥിതിയിൽ കപ്പലുകളെ നിനക്ക് കാണാം. يولج الليل في النهار ويولج النهار في الليل وسخر الشمس والقمر كل يجري لأجل مسمى ذلكم الله ربكم له الملك والذين تدعون من دونه ما يملكون من قطمير. അവൻ രാവിനെ പകലിലും പകലിനെ രാവിലും കടത്തുന്നു. സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തി തരികയും ചെയ്തിരിക്കുന്നു. അവ ഓരോന്നും ഒരു നിശ്ചിത അവധി വരെ സഞ്ചരിക്കുന്നു. അങ്ങനെ ചെയ്തിട്ടുള്ളവനത്രേ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു. അവനാണ് ആധിപത്യം. അവന് പുറമെ നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നുവോ അവ ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാടയുടെ അത്ര പോലും സ്വാധീനമാക്കുന്നില്ല. إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم
ولا ينبئك مثل خبير. നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കുകയില്ല. കേൾക്കുമെന്ന് സങ്കൽപ്പിക്കുന്നതായാൽ തന്നെ നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല. നിങ്ങൾ അവരെ അള്ളാഹുവോട് പങ്കാളികളാക്കിയതിനെ അന്ത്യനാളിൽ അവർ തള്ളിപ്പറയുകയും ചെയ്യും. ഹേ മനുഷ്യ, സൂക്ഷ്മജ്ഞനായ അള്ളാഹുവിനെ പോലെ ഒരാൾ നിനക്ക് വിവരം അറിയിക്കാനില്ല. يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد. ഹേ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ ആശ്രയിക്കുന്നവരാണ്. അള്ളാഹു ആകട്ടെ നിരാശ്രയനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. إن يشأ يذهبكم ويأتي بخلق جديد. അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങളെ നശിപ്പിക്കുകയും പുതിയ സൃഷ്ടികളെ കൊണ്ടുവരികയും ചെയ്യും. وما ذلك على الله بعزيز. അത് അള്ളാഹുവിന് പ്രയാസമുള്ള ഒരു കാര്യമല്ല. ولا تزر وازرة وزر أخرى وإن تدع مثقلة إلى حملها لا يحمل منه شيء ولو كان ذا قربى إنما تنذر الذين يخشون ربهم بالغيب وأقاموا الصلاة ومن تزكى فإنما يتزكى لنفسه وإلى الله المصير. കുറ്റം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ കുറ്റം വഹിക്കുകയില്ല. കുറ്റം കൊണ്ട് ഭാരമാക്കപ്പെട്ട ഒരാൾ തന്റെ ഭാരം വഹിക്കുന്നതിന് മറ്റൊരാളെ ക്ഷണിച്ചാൽ അതിൽ നിന്ന് യാതൊന്നും തന്നെ വഹിക്കപ്പെടുന്നുമില്ല. അവൻ അടുത്ത കുടുംബക്കാരനായാലും തങ്ങളുടെ റബ്ബിനെ അദൃശ്യമായ നിലയിൽ ഭയപ്പെടുകയും നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരെ മാത്രമേ താങ്കൾ താക്കീത് ചെയ്തതുകൊണ്ട് പ്രയോജനമുള്ളൂ. ആര് പരിശുദ്ധി പ്രാപിക്കുന്നുവോ അവൻ തനിക്ക് ഗുണത്തിനു വേണ്ടി തന്നെയാണ് പരിശുദ്ധി പ്രാപിക്കുന്നത്. അള്ളാഹുവിലേക്ക് തന്നെയാണ് എല്ലാവരുടെയും മടക്കം. وما يستوي الأعمى والبصير ولا الظلمات ولا النور ولا الظل ولا الحرور. അന്ധനും കാഴ്ചയുള്ളവനും ഇരുട്ടും പ്രകാശവും തണലും കഠിനമായ ചൂടുള്ള വെയിലും തുല്യമാവുകയില്ല. وما يستوي الأحياء ولا الأموات إن الله يسمع من يشاء وما أنت بمسمع من في القبور. ജീവിച്ചിരിക്കുന്നവരും മരണമടഞ്ഞവരും തുല്യരാവുകയില്ല. തീർച്ചയായും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ കേൾപ്പിക്കുന്നു. ഖബറുകളിലുള്ളവരെ താങ്കൾ കേൾപ്പിക്കുന്നവനല്ല. إن أنت إلا نذير. താങ്കൾ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. إنا أرسلناك بالحق بشيرا ونذيرا وإن من أمة إلا خلا فيها نذير. തീർച്ചയായും താങ്കളെ നാം സന്തോഷവാർത്ത അറിയിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്ന ആളായി സത്യമതത്തോടുകൂടി അയച്ചിരിക്കുന്നു. ഒരൊറ്റ സമുദായവും അതിൽ ഒരു മുന്നറിയിപ്പുകാരൻ കഴിഞ്ഞു പോകാതിരുന്നിട്ടില്ല. وإن يكذبوك فقد كذب الذين من قبلهم جاءتهم رسلهم بالبينات وبالزبر وبالكتاب المنير. ഇവർ താങ്കളെ നിഷേധിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് മുമ്പുണ്ടായിരുന്നവരും ഇതുപോലെ നിഷേധിച്ചിട്ടുണ്ട്. അവരുടെ ദൂതന്മാർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളോടും ഏടുകളോടും പ്രകാശം നൽകുന്ന വേദഗ്രന്ഥത്തോടും കൂടിയാണ് അവരുടെ അടുത്ത് ചെന്നിരുന്നത്. ثم أخذت الذين كفروا فكيف كان نكير. പിന്നീട് സത്യനിഷേധികളെ ഞാൻ പിടിച്ചു ശിക്ഷിച്ചു. അപ്പോൾ എന്റെ പ്രതിഷേധം എങ്ങനെയായി? അതിന്റെ സ്ഥാനത്ത് തന്നെയായി. ألم تر أن الله أنزل من السماء ماء فأخرجنا به ثمرات مختلفا ألوانها ومن الجبال جدد بيض وحمر مختلف ألوانها وغرابيب سود. അള്ളാഹു
ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കിയത് നീ കണ്ടില്ലേ? എന്നിട്ട് അതുമൂലം നാം അള്ളാഹു വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പല വൃക്ഷങ്ങളെ ഉൽപ്പാദിപ്പിച്ചു. പർവ്വതങ്ങളിലുമുണ്ട് വെളുപ്പും ചുവപ്പുമുള്ള വർണ്ണങ്ങൾ, വരകൾ ഉള്ളവയും തനി കറുത്തിരണ്ടവയും. ومن الناس والدواب والأنعام مختلف ألوانه كذلك إنما يخشى الله من عباده العلماء إن الله عزيز غفور. മനുഷ്യരിലും ജന്തുക്കളിലും കന്നുകാലികളിലുമുണ്ട് അതുപോലെ വർണ്ണവ്യത്യാസമുള്ളത്. അള്ളാഹുവിന്റെ അടിമകളിൽ അറിവുള്ളവരല്ലാതെ അവനെ ഭയപ്പെടുകയില്ല. അള്ളാഹു പ്രതാപശാലിയും ഏറ്റവും പൊറുക്കുന്നവനുമാകുന്നു. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ് സ്വലാത വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയഹ وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. തീർച്ചയായും അള്ളാഹുവിന്റെ വേദം ഓതുകയും നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുകയും അവർക്ക് നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവർ ഒട്ടും നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടം ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. അതിന്റെ ഭവിഷ്യത്ത് അവരുടെ പ്രതിഫലം അള്ളാഹു അവർക്ക് പൂർത്തിയാക്കി കൊടുക്കുകയും അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമെന്നതാണ് അതിന്റെ ഫലം. തീർച്ചയായും അവൻ വളരെ പൊറുക്കുന്നവനും നന്ദി സ്വീകരിക്കുന്നവനുമാകുന്നു. أوحينا إليك من الكتاب هو الحق مصدقا لما بين يديه إن الله بعباده لخبير بصير. താങ്കൾക്ക് നാം വഹി നൽകിയ വേദത്തെ തന്നെ സത്യം, അതിന്റെ മുമ്പുള്ളതിനെ പൂർവ്വവേദങ്ങളെ ശരിവെച്ചുകൊണ്ടാണത് അവതരിച്ചിട്ടുള്ളത്. തീർച്ചയായും അള്ളാഹുവിന്റെ അടിമകളെ കുറിച്ച് സൂക്ഷ്മജ്ഞാനമുള്ളവനും ശരിക്ക് കാണുന്നവനുമാകുന്നു അവൻ. ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. പിന്നെ നമ്മുടെ അടിമകളിൽ നിന്ന് നല്ലവരായി തിരഞ്ഞെടുത്തവർക്ക് ഈ വേദം നാം കൊടുത്തു. എന്നാൽ തങ്ങളോട് തന്നെ അതിക്രമം കാണിച്ചവർ അവരിലുണ്ട്, മിതത്വം പാലിക്കുന്നവരും അവരിലുണ്ട്. അള്ളാഹുവിന്റെ അനുമതിയോടെ നല്ല കാര്യങ്ങളുമായി മുൻകടന്നു പോകുന്നവരും അവരിലുണ്ട്. അതത്രേ മഹത്തായ അനുഗ്രഹം. جنات عدن يدخلونها يحلون فيها من أساور من ذهب ولؤلؤا ولباسهم فيها حرير. ശാശ്വതവാസത്തിന്റെ സ്വർഗങ്ങളിൽ അവർ പ്രവേശിക്കും. അവിടെ അവർക്ക് സ്വർണം കൊണ്ടുള്ള ചില വളകളും മുത്തും അണിയിക്കപ്പെടും. അതിൽ അവരുടെ വസ്ത്രം പട്ടായിരിക്കും. وقالوا الحمد لله الذي أذهب عنا الحزن إن ربنا لغفور شكور. അവർ പറയും, ഞങ്ങളിൽ നിന്ന് ദുഃഖം നീക്കിത്തന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. തീർച്ചയായും നമ്മുടെ നാഥൻ ഏറ്റവും പൊറുക്കുന്നവനും നന്ദി സ്വീകരിക്കുന്നവനുമാണ്. الذي أحلنا دار المقامة من فضله لا يمسنا فيها نصب ولا يمسنا فيها لغوب. അതായത് തന്റെ അനുഗ്രഹം കൊണ്ട് ഈ സ്ഥിരവാസത്തിന്റെ ഭവനത്തിൽ ഞങ്ങളെ താമസിപ്പിച്ചവൻ. യാതൊരു പ്രയാസവും ഇവിടെ ഞങ്ങളെ സ്പർശിക്കുന്നില്ല, യാതൊരു ക്ഷീണവും ഞങ്ങളെ ഇവിടെ സ്പർശിക്കുന്നുമില്ല. والذين كفروا لهم نار جهنم لا يقضى عليهم فيموتوا ولا يخفف عنهم من عذابها كذلك نجزي كل كفور.
സത്യനിഷേധം സ്വീകരിച്ചവർക്ക് ജഹന്നം എന്ന നരകമാണുള്ളത്. അവർക്ക് മരണം വിധിക്കപ്പെടുകയില്ല. എങ്കിൽ അവർക്ക് മരിക്കാമായിരുന്നു. നരകശിക്ഷയിൽ നിന്ന് അവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല. എല്ലാ സത്യനിഷേധികൾക്കും അതുപ്രകാരമാണ് നാം പ്രതിഫലം നൽകുക. وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. അവരതിൽ വെച്ച് അലമുറയിട്ട് പറയും, ഞങ്ങളുടെ റബ്ബേ, നീ ഞങ്ങളെ ഇതിൽ നിന്ന് ഒന്ന് പുറത്താക്കി തരണമേ, എങ്കിൽ മുമ്പ് ചെയ്തിരുന്നതല്ലാത്ത സൽക്കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തു കൊള്ളാം. അപ്പോൾ അവരോട് ഇങ്ങനെ മറുപടി പറയപ്പെടും, ആലോചിക്കാൻ മതിയായ ആയുഷ്കാലം നാം നിങ്ങൾക്ക് നൽകിയിരുന്നില്ലേ? താക്കീതുകാർ നിങ്ങളുടെ അടുത്ത് വരികയും ചെയ്തിരുന്നില്ലേ? അതുകൊണ്ട് ശിക്ഷ ആസ്വദിച്ചു കൊള്ളുക. ഇനി അക്രമികൾക്ക് യാതൊരു സഹായവും ഇല്ല തന്നെ. ഇന്നല്ലാഹ ആലിമു ഗൈബിസ് സമാവാതി വൽ അർദ് ഇന്നഹു അലീമുൻ ബിദാതിസ് സുദൂർ. തീർച്ചയായും അല്ലാഹു ആകാശഭൂമിയിലുള്ള അദൃശ്യകാര്യങ്ങൾ അറിയുന്നവനാണ്. അവൻ ഹൃദയങ്ങളിൽ ഉള്ളവയെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവൻ തന്നെയാണ്. ഹുവല്ലദീ ജഅലകും ഖലായിഫ ഫിൽ അർദ് فمن كفر فعليه كفره ولا يزيد الكافرين كفرهم عند ربهم إلا مقتا ولا يزيد الكافرين كفرهم إلا خسارا. അവൻ നിങ്ങളെ ഭൂമിയിൽ മുമ്പും കഴിഞ്ഞു പോയിരുന്നവരുടെ പിൻഗാമികളാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും സത്യത്തെ നിഷേധിക്കുന്ന പക്ഷം തന്റെ സത്യനിഷേധത്തിന്റെ ഫലം അവൻ തന്നെയാണ് അനുഭവിക്കുക. സത്യനിഷേധികൾക്ക് ഞങ്ങളുടെ സത്യനിഷേധം തങ്ങളുടെ റബ്ബിന്റെ പക്കൽ കഠിന കോപമല്ലാതെ വർദ്ധിപ്പിക്കുകയില്ല. സത്യനിഷേധികൾക്ക് തങ്ങളുടെ സത്യനിഷേധം നഷ്ടത്തെയല്ലാതെയും വർദ്ധിപ്പിക്കുകയില്ല. قل أرأيتم شركاءكم الذين تدعون من دون الله أروني ماذا خلقوا من الأرض أم لهم شرك في السماوات أم آتيناهم كتابا فهم على بينة منه بل إن يعد الظالمون بعضهم بعضا إلا غرورا. നബിയെ പറയുക, നിങ്ങൾ കണ്ടുവോ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ പങ്കുകാരെ? ഇവരെപ്പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? ഭൂമിയിൽ നിന്ന് അവരെന്താണ് സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ. അതല്ല അവർക്ക് ആകാശങ്ങളിൽ വല്ല പങ്കുമുണ്ടോ? അല്ലെങ്കിൽ അവർക്ക് നാം വല്ല വേദവും പ്രത്യേകമായി നൽകിയിട്ടുണ്ടോ? എന്നിട്ട് അതിനുള്ള വല്ല തെളിവിന്മേലുമാണോ അവർ നിലകൊള്ളുന്നത്? അതൊന്നുമല്ല. പക്ഷേ അക്രമികൾ ചിലരോട് വഞ്ചന മാത്രമാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇന്നല്ലാഹ യുംസികു സ്സമാവാതി വൽ അർദ അൻ തസൂലാ വലഇൻ സാലതാ ഇൻ അംസകഹുമാ മിൻ അഹദിൻ മിൻ ബഅദിഹി ഇന്നഹു കാന ഹലീമൻ ഗഫൂറാ. തീർച്ചയായും ആകാശഭൂമികൾ അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകാതിരിക്കാനായി അള്ളാഹു അവയെ പിടിച്ചു നിർത്തുന്നു. അവ രണ്ടും നീങ്ങിപ്പോകുന്ന പക്ഷം അവയെ നിയന്ത്രിച്ചു നിർത്താൻ അള്ളാഹുവിന് പുറമെ മറ്റാർക്കും കഴിയില്ല. തീർച്ചയായും അവൻ വളരെ സഹായശീലനും വളരെ പൊറുക്കുന്നവനുമാകുന്നു. وَأَقْسَمُوا بِاللَّهِ جَهْدَ أَيْمَانِهِمْ لَئِن جَاءَهُمْ نَذِيرٌ لَّيَكُونُنَّ أَهْدَىٰ مِنْ إِحْدَى الْأُمَمِ فَلَمَّا جَاءَهُمْ نَذِيرٌ مَّا زَادَهُمْ إِلَّا نُفُورًا. തങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുകാരൻ വന്നു കിട്ടിയാൽ മറ്റു സമുദായങ്ങളിൽ ഏതൊന്നിനേക്കാളും തീർച്ചയായും തങ്ങൾ കൂടുതൽ സന്മാർഗം പ്രാപിച്ചവരായി തീരുമെന്ന് കഴിയും വിധം അവർ മുശ്രിക്കുകൾ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തുറപ്പിച്ചു പറഞ്ഞിരുന്നു. എന്നിട്ട് താക്കീതുകാരൻ അവരുടെ അടുത്ത് വന്നപ്പോഴോ അതവരെ സത്യത്തിൽ നിന്ന് കൂടുതൽ ഓടിച്ചു കളയുക മാത്രമാണ് ചെയ്തത്. استكبارا في الأرض ومكر السيء ولا يحيق المكر السيء إلا بأهله فهل ينظرون إلا سنة الأولين
فلن تجد لسنة الله تبديلا ولن تجد لسنة الله تحويلا. ഭൂമിയിൽ അഹന്ത നടിച്ചതിനും ദുഷിച്ച കുതന്ത്രം പ്രയോഗിച്ചതിനും വേണ്ടി വാസ്തവത്തിൽ ദുഷിച്ച കുതന്ത്രങ്ങളുടെ ഫലം അതിന്റെ ആൾക്കാരിൽ തന്നെയാണ് വന്ന് ഭവിക്കുക. അപ്പോൾ പൂർവികന്മാരുടെ മേൽ എടുത്ത നടപടിയല്ലാതെ മറ്റെന്താണ് ഇവർക്ക് പ്രതീക്ഷിക്കാനുള്ളത്? എന്നാൽ അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾക്ക് ഒരു മാറ്റവും താങ്കൾ കാണുകയില്ല. അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾക്ക് ഒരു ഭേദഗതിയും താങ്കൾ കാണുകയില്ല. أَوَلَمْ يَسِيرُوا فِي الْأَرْضِ فَيَنظُرُوا كَيْفَ كَانَ عَاقِبَةُ الَّذِينَ مِنْ قَبْلِهِمْ وَكَانُوا أَشَدَّ مِنْهُمْ قُوَّةً وَمَا كَانَ اللَّهُ لِيُعْجِزَهُ مِنْ شَيْءٍ فِي السَّمَاوَاتِ وَلَا فِي الْأَرْضِ إِنَّهُ كَانَ عَلِيمًا قَدِيرًا. ഇവർ ഭൂമിയിൽ സഞ്ചരിക്കുകയും എന്നിട്ട് തങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരുടെ പര്യവസാനം എങ്ങനെയാണ് ഉണ്ടായതെന്ന് നോക്കിക്കാണുകയും ചെയ്തിട്ടില്ലേ? അവർ ഇവരെക്കാൾ വമ്പിച്ച ശക്തിയുള്ളവരായിരുന്നു. ആകാശഭൂമികളിലുള്ള ഒരു വസ്തുവിനും അള്ളാഹുവിനെ പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. തീർച്ചയായും അവൻ സർവജ്ഞനും സർവശക്തനുമാണ്. وَلَوْ يُؤَاخِذُ اللَّهُ النَّاسَ بِمَا كَسَبُوا مَا تَرَكَ عَلَى ظَهْرِهَا مِن دَابَّةٍ ولكن يؤخرهم إلى أجل مسمى فإذا جاء أجلهم فإن الله كان بعباده بصيرا. മനുഷ്യരുടെ ചെയ്തികൾക്ക് അള്ളാഹു അവരെ ഉടനടി പിടിച്ച് ശിക്ഷിക്കുമായിരുന്നെങ്കിൽ ഭൂമുഖത്ത് ഒരു ജീവിയെയും അവൻ ബാക്കിയാക്കി വിടുമായിരുന്നില്ല. പക്ഷേ ഒരു നിശ്ചിത അവധി വരെയും അവൻ അവർക്ക് കാലതാമസം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ അവരുടെ കാലാവധി എത്തിയാൽ അള്ളാഹു തക്ക പ്രതിഫലം നൽകും. തീർച്ചയായും അള്ളാഹു അവന്റെ അടിമകളെപ്പറ്റി നല്ലതുപോലെ കണ്ടറിയുന്നവനാകുന്നു.